ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്രില്യൻറ്റിൻ്റെ ഫോമർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അക്ഷയാണ്. സോ ഹായ് അക്ഷയ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, ഇങ്ങനെ പോകുന്നു. എവിടെയാ വീട്? ഞാൻ കണ്ണൂരാ വീട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടിൽ അച്ഛനമ്മ സിസ്റ്റർ. ഏത് ഇയർ ആണ് ബ്രില്യൻറ്റിൽ നിന്ന് പാസ് ഔട്ട് ആയത്? ഞാൻ ഇവിടെ 2015 ബാച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷമാണല്ലേ ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വരുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ ബ്രില്യൻറ്റി വന്നിട്ട്? ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മാറിക്കഴിഞ്ഞിട്ട്. ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്തൊന്നും ആ ഗേറ്റ് പോലും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ വരുമ്പോൾ തന്നെ ബ്രില്യൻ്റ് ആണോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടിട്ടാണ് നോക്കുന്നത്. ഫാക്കൽറ്റീസിനെ എല്ലാം മീറ്റ് ചെയ്തോ? കുറച്ച് പേരൊക്കെ കണ്ടു, കുറച്ച് പേരൊന്നും ഇവിടെ ഇല്ല ഇപ്പം പണ്ടത്തെ. തീർച്ചയായും ബ്രില്യൻറ്റിലെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രചോദനമായത്. സോ എന്തൊക്കെയായിരുന്നു ബ്രില്യൻറ്റിലെ അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ലൈഫ്? ഒന്ന് പറയാൻ പറ്റുമോ? ലൈഫ് എന്ന് പറഞ്ഞാൽ അന്നൊന്നും മൊബൈല് നമ്മളെ കയ്യിലില്ല. ശരിക്കും ആ ഒരു ലൈഫ്, ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അതെല്ലാവർക്കും മൊബൈൽ ഉണ്ട്, അഡിക്റ്റായി എന്നൊക്കെ പറയാം. ആ ഒരു ടൈമിൽ നമ്മൾ ഒന്നുമില്ല, നമ്മൾ പഠിത്തം ഫോക്കസ് ചെയ്ത് പഠിച്ചവർക്ക് അന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ അതിലേക്ക് റാങ്ക് എത്തി. നമുക്ക് ആഴ്ചയിലെ എക്സാം, പിന്നെ റാങ്ക് എല്ലാം ഇതായിരുന്നു. പിന്നെ എസ്പെഷ്യലി ഇവിടുത്തെ പ്രയർ രാവിലത്തെ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പം ഞാൻ ആലപ്പുഴയാണ് പഠിച്ചതൊക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് പണ്ടത്തേനെ കഴിഞ്ഞ ഒരുപാട് ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട്. എവിടെയായിരുന്നു പഠിച്ചത്? ആലപ്പുഴയിൽ? ഞാൻ മെഡിക്കൽ കോളേജിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഏത് കോഴ്സ് ആയിരുന്നു? ഞാൻ ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി. കാർഡിയോവാസ്കുലർ ടെക്നോളജി ആയിരുന്നു. ആ കോഴ്സിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അത് ഒരു 4 year BSc കോഴ്സ് തന്നെ ആണ്. പിന്നെ കേരളത്തിൽ ആ ടൈമിലൊക്കെ ഞാൻ പഠിക്കുന്ന 16 സീറ്റേ ഉള്ളൂ കേരളത്തിൽ ടോട്ടല്. ഇപ്പം ഏകദേശം 30+ സീറ്റ്സ് ഉണ്ട്, പ്രൈവറ്റിലൊക്കെ ഉണ്ട്. പുറത്താണ് ഇതിൻ്റെ സ്കോപ്പ് കൂടുതൽ. ഞാൻ ഇപ്പം പുറത്തേക്ക് പോകാനുള്ള വിസ പ്രോസസ്സിങ്ങിലാണ് എൻ്റെ ഉള്ളത്. ഓസ്ട്രേലിയയിലേക്കാണ് ഞാൻ നോക്കുന്നത്. എങ്ങനെയാണ് ബ്രില്യൻറ്റിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയപ്പോഴുള്ള ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? അത് എങ്ങനെയാണ് അതിനോട് കോപ്പപ്പ് ചെയ്തത്? കോപ്പപ്പ് പറഞ്ഞാൽ ഞാൻ മെയിൻലി ഇവിടുത്തെ ഫ്രണ്ട്സും ഇവിടുത്തെ ഹോസ്റ്റലും എല്ലാം ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴും നോക്കുമ്പോഴെല്ലാം ബ്രില്യൻറ്റിലെ ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും അറിയാം. MBBS ആയാലും BDS അവരായാലും എല്ലാം സെയിം ഹോസ്റ്റലിൽ തന്നെ നോക്കുമ്പോൾ ഏത് ബാച്ചിനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രില്യൻറ്റില് മുത്തോളിയാണോ എറണാകുളമാണോ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ബ്രില്യൻറ്റിനെ മിസ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായില്ലെന്നാണോ പറയുന്നത്? ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. എന്താ വെച്ചാൽ അവിടെ ഉള്ള പകുതി മുക്കാൽ 90% ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് തന്നെ ആയിരുന്നു ഉണ്ടായത്. എന്താണ് ബ്രില്യൻറ്റും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും പോയപ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ അത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി ഉണ്ട്. അത് ശരിക്കും എല്ലായിടത്തും നമുക്ക് അപ്ലിക്കബിൾ ആക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈവൻ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ആയാലും സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും അതങ്ങനെ ആക്കാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് സമയത്ത് വിളിച്ചാലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആ ഒരു ടൈമിലൊക്കെ എനിക്കുണ്ടായിരുന്നു. എല്ലാ വീക്കിലും പിന്നെ നടക്കുന്ന എക്സാം അതിനനുസരിച്ച് റാങ്ക് ഇട്ട് അത് അടുത്ത ദിവസം നമുക്ക് വന്നിട്ട് റാങ്ക് വിളിച്ചു പറയുന്ന ഇതും എല്ലാം ഒരു ഭയങ്കര എവിടെ നിൽക്കും. അതാണ് അതൊക്കെയാണ് ബ്രില്യൻറ്റിന്റെ പ്ലസ് പോയിന്റ്സ് ആയിട്ട്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഓൾറെഡി പറഞ്ഞു പുറത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. എൻ്റെ വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തേക്ക് ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. റീസെന്റ് ഒരു 6 months എല്ലാം അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, സോ എല്ലാ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.